തേന്മാവിൻ കൊമ്പത്ത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. അപ്പോഴാണ് ഞാൻ വിജയെ കണ്ടത്. ശരി, നീ എത്രയും പെട്ടെന്ന് കവിനെ നിലയും കൂട്ടി ഇങ്ങോട്ട് വന്നേക്ക്. ബാക്കി കാര്യങ്ങൾ പിന്നെ നോക്കാം. അമ്മേ, ഞാൻ അവിടെ ചെന്ന ഉടനെ വിജയെ ഞാൻ കണ്ടതുപോലെ അവൾ എന്നെയും കണ്ടു. അമ്മേ, നില എന്റെ മോളാണെന്ന് ഞാൻ കണ്ടുപിടിച്ചതുപോലെ കവിൻ മോൻ അവള് പ്രസവിച്ച മോനാണെന്ന് അവക്കും മനസ്സിലായി. അപ്പൊ തന്നെ ആ വിജി 2 മക്കളെയും കൂട്ടി ഞാൻ അറിയാതെ അവരെയും കൊണ്ട് എങ്ങോട്ട് പൊക്കളഞ്ഞമ്മേ. എടി വിജി, വെളിയിൽ വാടി. എവിടെ ഒളിഞ്ഞിരിക്കാണ് നീ? കവിൻ, നില. അയ്യോ, ഇവളിത് എവിടെ പോയി? അയ്യോ മോനെ. നോക്ക്, എവിടെ പോയി നിങ്ങളുടെ മോള്? മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ. എനിക്ക് എന്റെ മക്കളെ വേണം. എന്താ? അതെ അമ്മേ, സത്യം ബോധ്യപ്പെട്ടപ്പോ ഞാൻ അവരെ കൂട്ടിക്കൊണ്ട് വരുമെന്ന് കരുതി എങ്ങോട്ടാണെന്ന് അറിയില്ല അവള് മക്കളെയും കൊണ്ട് കടന്നു കളഞ്ഞമ്മേ. എനിക്ക് എന്റെ നിലവോളെ വേണോ അമ്മേ. അവളെയാണ് ഞാൻ ഇത്രയും കാലം നഷ്ടപ്പെട്ടല്ലോ എന്ന് ഓർത്ത് വേദനിച്ച് നീര് നടന്നത്. അവളെ കണ്ട ഉടനെ എനിക്ക് ഭയങ്കര സന്തോഷമായി. അതുകൊണ്ടല്ല അമ്മേ, നിലയെ ഞാൻ കാണുന്ന സമയങ്ങളിലൊക്കെ എന്റെ മനസ്സിൽ അതെന്റെ കുഞ്ഞായിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചത്. ഇനി ഒരു പക്ഷേ ഇത് എന്റെ കുട്ടി തന്നെയാണോ എന്ന് ഞാൻ പലതവണ ചിന്തിച്ചു. എന്നെ കബളിപ്പിച്ചിട്ട് അവള് 2 മക്കളെയും കൊണ്ട് കടന്നു കളഞ്ഞമ്മേ. അവളെ അന്വേഷിച്ച് ഞാനിപ്പോ പോയിക്കൊണ്ടിരിക്കുക. അവളെ ഞാൻ വിടില്ല. എവിടെ പോയാലും അവളെ ഞാൻ കണ്ടുപിടിക്കും. അവളെ വിടരുത്. എവിടെയാണെങ്കിലും നീ കവിൻ മോനെയും നിലമോളെയും കൂട്ടി എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ബാക്കിയൊക്കെ പിന്നീട് നോക്കാം. ശരി അമ്മേ, ഞാൻ നോക്കിക്കോളാം. എന്റെ കവിനും നിലയില്ലാതെ ഞാൻ ഇനി വീട്ടിലേക്ക് വരില്ല. ഞാൻ ആന്റി അല്ലടാ, നിന്റെ അമ്മയാ കവിൻ. പെട്ടെന്ന് അമ്മേന്ന് വിളിക്കാൻ പറഞ്ഞോ? എങ്ങനെ വിളിക്കാൻ പറ്റും? അമ്മയെന്ന് തന്നെയാ വിളിക്കേണ്ടത്. ശരി, അത് പോട്ടെ. നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നത്? നമ്മളിപ്പോ ചെന്നൈ വിട്ട് പുറത്ത് എവിടെയെങ്കിലും പോയിക്കൊണ്ടിരിക്കാം. പുറത്തെവിടെ? അതെ, നമ്മൾ 3 പേരും ഇനി ഇവിടെ നിൽക്കണ്ട. എന്റെ അച്ഛനെ ഉപേക്ഷിച്ച് ഞാനെങ്ങനെ വരിക? എനിക്കങ്ങനെ വരാൻ പറ്റില്ല. അമ്മ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യണേ? വിക്രമങ്ങൾ എന്റെ അച്ഛനാന്ന് അറിഞ്ഞതിന് ശേഷം ആ അച്ഛനെ വിട്ടിട്ട് എനിക്ക് എങ്ങനെയാ വരാൻ കഴിയുന്നത്? നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഇവിടെ കഴിയാം അമ്മ. എന്തിനാ അമ്മ വഴക്ക് കൂടുന്നത്? ഇങ്ങനെ വഴക്ക് കൂടുന്നേല് ആർക്ക് എന്ത് ഗുണാ ഉള്ളത്? എല്ലാവർക്കും വിഷമല്ല അത്. എല്ലാരും ഒന്നിക്കുമ്പോൾ അത് എല്ലാവർക്കും സന്തോഷായിരിക്കില്ലേ? ഇത് നോക്കുന്നില്ല. നിനക്ക് നിന്റെ അച്ഛനെ പറ്റി അറിയില്ല. അവൻ വളരെ ചീത്ത ആളാ. കവിന്റെ അടുത്ത് അവൻ നല്ലവനായിട്ട് അഭിനയിക്കുന്നതാ. അവന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് എനിക്ക് മാത്രമേ അറിയൂ. അത് കണ്ടാ നിങ്ങൾ 2 പേരും പേടിച്ചു പോവും. അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്ക് 2 പേർക്കും ഉണ്ടാവരുതെന്ന് കരുതിയാ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നത്. നിങ്ങൾക്ക് 2 പേർക്കും ഞാനുണ്ട്. നിങ്ങളെ ഞാൻ നന്നായിട്ട് നോക്കും. ചേട്ടാ, വണ്ടി നേരെ ബസ് സ്റ്റാൻഡിലേക്ക് വിട്ടേക്ക്. അവിടെ എന്തിനാ പോകുന്നത്? അവിടെന്ന് നമുക്ക് അങ്ങനെ വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് പോവാം. ഇനി ഈ സ്ഥലം നമുക്ക് വേണ്ട. എന്തിനിങ്ങനെയൊക്കെ ചെയ്യുന്നത്? നമ്മൾ നേരിട്ട് സംസാരിച്ചാ എന്ത് പ്രശ്നമായാലും സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത്? എന്റെ മോനെ, ദയവ് ചെയ്ത് നീ എന്നെ തെറ്റിദ്ധരിക്കരുത്. നിന്റെ അച്ഛനെ പറ്റി നിനക്ക് അറിയാത്തത് കൊണ്ട് അതൊക്കെ ഞാൻ നിനക്ക് വിശദമായിട്ട് പിന്നെ പറഞ്ഞു തരാം. ഇപ്പൊ ഞാൻ പറയുന്നത് മാത്രം കേൾക്ക് പ്ലീസ്, പ്ലീസ്.